എല്ലാവർക്കും നമസ്തേ. ഞാൻ സിദ്ധു സതീശൻ. അല്ല, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ നമ്മുടെ കേരളത്തിൽ ഒരു ദളിത് നേതാവ് 5 വർഷം ഒരു കസേരയിൽ ഇരുന്നു എന്നതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി നേതാക്കന്മാർ പോയിട്ട് ചാണകവെള്ളം കൊണ്ട് മെഴുകിയത്, അടിച്ചു തെളിച്ച് വൃത്തിയാക്കിയത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? നമ്മുടെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആക്രമ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തോൽവിയായാലും അതുപോലെ തന്നെ ജയമായാലും അത് ഉൾക്കൊള്ളണം. ജനങ്ങൾ നമ്മളെ എത്രമാത്രം സ്വീകരിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ എത്രമാത്രം ഒഴിവാക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അല്ലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയവും പരാജയവും. അങ്ങനെയല്ലേ? പക്ഷേ ചില ആൾക്കാർക്ക് ഈ മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോൽവി സ്വീകരിക്കാൻ അത്രക്കങ്ങ് മനസ്സ് അനുവദിക്കില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ എല്ലാവരും വാർത്താ മാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റപ്പോഴുണ്ടാകുന്ന ഭീകരാന്തരീക്ഷം. കത്തി കൊണ്ട് പോകുന്നു, ഒരാളെ കൊത്താൻ പോകുന്നു, മറ്റുള്ളവരെ കൊത്താൻ ഓടിക്കുന്നു കൊടുവാളും കൊണ്ട്. എന്തൊരു അരാജകത്വമാണല്ലേ. നമുക്കൊക്കെ അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല ഉജ്ജ്വല വിജയം കൈവരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. മുസ്ലിം ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ടും. കൂടാതെ ഭാരതീയ ജനതാ പാർട്ടിയും മോശമല്ലാത്ത രീതിയിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. മത്സരത്തിൽ വിജയിച്ചിട്ടുമുണ്ട്. എന്തായാലും മത്സരിച്ച് വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. ഓരോ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരുമ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാഗ്ദാനമാണ് LDF വരും, എല്ലാം ശരിയാകുമെന്ന്. ചിലപ്പോൾ എല്ലാം ശരിയാക്കി കൊണ്ടിരിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണല്ലോ നമ്മളിപ്പോഴൊക്കെ കാണുന്നത്. ബാറുകളല്ല, ഞങ്ങൾ സ്കൂളുകളാണ് തുറക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് LDF വന്നത്. LDF വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. മദ്യപാനികൾ, ലഹരി മാഫിയകളൊക്കെ നിറഞ്ഞാടിയിട്ട് കേരള ജനത പൊറുതിമുട്ട് നിൽക്കുകയാണ്. ശരിക്കും LDF വന്ന് എല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ്റെ കട്ടിളപ്പാളി വരെ എടുത്തുകൊണ്ട് പോയിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. സന്തോഷമായില്ലേ എല്ലാവർക്കും? ഇനിയും LDF വരണം, എല്ലാം ശരിയാക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും LDF ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമാണ്. അതൊക്കെ പോട്ടെ, ഇതൊന്നല്ലേ ഞാൻ പറയേണ്ടി വന്നത്. വീണ്ടും ഇടതിൻ്റെ ഭരണ പോരായ്മയാണ് വലതിൻ്റെ വളം. കോഴിക്കോട് ജില്ലയിൽ ഇടതിനെ പലയിടത്തും തോൽപ്പിച്ചുകൊണ്ടാണ് വലത് കയറി വന്നത്. അതിൽ ഒരു പഞ്ചായത്താണ് ചങ്ങരോത്ത് പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2020 തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലെത്തി. മൊത്തം 19 സീറ്റിൽ 10 സീറ്റ് LDFനും 9 സീറ്റ് UDFനും, അതായത് UDF മുസ്ലിം ലീഗിന്. അതുകൂടാതെ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് പദവി എന്നത് പട്ടികജാതിക്കാരന് സംവരണമായതിനാൽ അന്നത്തെ CPM ഏരിയ കമ്മിറ്റി അംഗം ഉണ്ണി വേങ്ങരിയാണ് CPMന്റെ ചെങ്ങരോത്ത് പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയത്. 2025 അതായത് ഇപ്പം നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന്, അതായത് ഇടതിന് അടപടലം പൂട്ടിക്കൊണ്ട് അധികാരത്തിൽ വന്നത് മുസ്ലിം ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ടാണ്, അതായത് UDF. ഇവരെ അധികാരം തിരിച്ചു കിട്ടിയ ഉടനെ തന്നെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് ട്രഷറർ PM ഫൈസലിന്റെ നേതൃത്വത്തിൽ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളവും ചാണകവും എടുത്ത് കുറ്റിച്ചൂലുമായിട്ട് വന്നിട്ട് പഞ്ചായത്ത് മുഴുവൻ ശുദ്ധി കലശം നടത്തി. നോക്ക്, നാളെ ഇതുവരെ പശു, കാള, ചാണകം, ഗോമൂത്രം ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സംഘപരിവാറിനെ അല്ലെങ്കിൽ സംഘപരിവാർ അണികളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലേ? പക്ഷേ യൂത്ത് ലീഗിന് കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും അശുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അശുദ്ധമായിട്ട് കിടന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ചാണകം തന്നെ വേണം. അതുകൊണ്ടാണ് PM ഫൈസലിൻ്റെ നേതൃത്വത്തിൽ ചാണക വെള്ളം കൊണ്ടുവന്നിട്ട് പഞ്ചായത്ത് മുഴുവൻ അടിച്ചു തെളിച്ച് വൃത്തിയാക്കിയത് അല്ലേ? പക്ഷേ ഫൈസലിന് തെറ്റിയതാടെയാണ്. ഒരു CPM പ്രവർത്തകൻ എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ CPM പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിലാണെങ്കിൽ ചാണക വെള്ളം കുടഞ്ഞതിനെ കൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും വരാനില്ല. പക്ഷേ അവിടെ ഇരുന്നത് ഒരു ദളിതനായിരുന്നു, ഒരു പട്ടികജാതിക്കാരനായിരുന്നു. CPMകാർ ഇപ്പം പറയുന്നത് ഒരു പട്ടികജാതിക്കാരൻ അല്ലെങ്കിൽ ഒരു ദളിതൻ ആ കസേരയിൽ ഇരുന്നത് കൊണ്ട് ദളിതനോടുള്ള അയിത്തമാണ് ചാണകവെള്ളം കുടഞ്ഞത് എന്നാണ്.
ഒരു കാര്യം സത്യമാണ്, ഈ യൂത്തിലേക്ക് ചാണകവെള്ളം കൊടുക്കുന്നത് എന്തായാലും ദളിതന് ഇരുന്നത് കൊണ്ടൊന്നായിരിക്കില്ല. നാളിതുവരെ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് മുസ്ലിം ലീഗ്, കോൺഗ്രസ് കൂട്ടുകെട്ടുള്ള UDF സംവിധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാലങ്ങൾക്കിടയിൽ ഒരു ഇടത് ഭരണം വന്നപ്പോൾ ആ ഭരണം ഒഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷാധിക്യത്തിൽ ചെയ്ത കാര്യമാണ് ഈ ചാണകവെള്ളം കുടയിൽ. പക്ഷെ അതിപ്പം വടി പിടിച്ചിരിക്കുകയാണ് യൂത്ത് ലീഗിൻ്റെ ആൾക്കാർ. ഇവരുടെ ഈ വളരെ മോശമായ പ്രവൃത്തിയിൽ പേരാമ്പ്ര പോലീസ് SC/ST ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. ഒന്നുകിലും മുസ്ലിം ലീഗ് UDFകാർ പറയണം ഇത് ദളിതനെതിരെയല്ല, അല്ലെങ്കിൽ പട്ടികജാതിക്കാരനെതിരെയല്ല ഈ ചാണകവെള്ളം തെളിക്കലെന്ന്. ശരിക്കും കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ യൂത്ത് ലീഗ് പാർട്ടിയും ദളിതർക്കെതിരെയാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് ആരും ചർച്ച ചെയ്യാതെ പോകുന്നത്? ഒരാൾ ചർച്ച ചെയ്തിട്ട് കണ്ടിട്ടില്ല. അത് എവിടെയോ ഒതുങ്ങിയ ഒരു പ്രശ്നമാണ്. നേരം മറിച്ച് ഇതൊരു ഏതെങ്കിലും ഒരു സംഖ്യ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളം നിന്ന് കത്തിയേനെ. കുറേ ആൾക്കാർ സംഘപരിവാർ ഫാസിസ്റ്റ് നടപടി, സംഘപരിവാറിൻ്റെ വർഗീയ വിദ്വേഷം എന്നൊക്കെ പറഞ്ഞിട്ട് പല മാധ്യമങ്ങളും പല ഫേസ്ബുക്ക് പേജുകളും മുഖപുസ്തക പ്രബുദ്ധരൊക്കെ നിറഞ്ഞാടിയനെ. എന്തായാലും ഇത് ചെയ്തത് കോഴിക്കോടായതുകൊണ്ടും കോൺഗ്രസിലെ ഒരു ശാഖയായ യൂത്ത് ലീഗിൻ്റെ ആൾക്കാരായതുകൊണ്ടും യൂത്ത് ലീഗ് മതേതരത്തിൻ്റെ ആത്മാവായതുകൊണ്ടും തൽക്കാലം ആശ്വസിക്കാം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നേക്ക് അവരെല്ലാവർക്കും ജയ് ഹിന്ദ്.